കീരമ്പാറ സ്വദേശി തോമസിന്റെ വെള്ളത്തിൽ കുടുങ്ങിയ വല കോതമംഗലം ഫയർഫോഴ്സ് വീണ്ടെടുത്തു നൽകി. കാലുകൾ തളർന്നിട്ടും കൈക്കഴുത്തിൽ മീൻ പിടിച്ച് ഉപജീവനം നടത്തുന്നയാളാണ് തോമസ്. വല വീണ്ടെടുക്കാൻ ഏകദേശം 1 മണിക്കൂറോളം പരിശ്രമിക്കേണ്ടി വന്നു ഫയർഫോഴ്സിന്. ഒരു റിപ്പോർട്ട്. കാലുകൾ തളർന്നിട്ടും കൈക്കരുത്തിൽ മീൻ പിടിച്ച് ഉപജീവനം നടത്തുന്ന കീരമ്പാറ സ്വദേശി തോമസിന്റെ വെള്ളത്തിനടിയിൽ കുടുങ്ങിപ്പോയ വല വീണ്ടെടുത്ത് നൽകി കോതമംഗലം ഫയർഫോഴ്സ് താരമായി. കീരമ്പാറ സ്വദേശിയായ തോമസ് തന്റെ മുച്ചക്രവാഹനത്തിൽ തട്ടേക്കാട് പെരിയാറിന്റെ തീരത്തെത്തി നിരങ്ങി നീങ്ങി വഞ്ചിയുമായി മീൻ പിടിക്കാൻ പോകുന്നത് സമീപകാലത്ത് വൈറലായ കാഴ്ചയായിരുന്നു. മീഡിയ 60 തോമസിന്റെ കഥ റിപ്പോർട്ട് ചെയ്യുകയും ഉണ്ടായി. എന്നാൽ ഒരാഴ്ച മുമ്പ് മീൻ പിടിക്കുന്നതിനിടയിൽ വെള്ളത്തിനടിയിൽ വല കുടുങ്ങിപ്പോയതോടെ തോമസിന് ഉപജീവനം വഴിമുട്ടി. ഉടൻ കോതമംഗലം ഫയർഫോഴ്സിന്റെ സഹായം തേടുകയും ചെയ്തു. അപ്പോൾ തന്നെ സ്റ്റേഷൻ ഓഫീസർ അജ്മൽ ഷായുടെ നേതൃത്വത്തിൽ സ്കൂബ ടീമുമായി തട്ടേക്കാട് എത്തുകയായിരുന്നു. തട്ടേക്കാട് പാലത്തിന് സമീപത്തു നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ദൂരെ 20 അടി താഴ്ചയിൽ വെള്ളത്തിനടിയിൽ മരക്കൊമ്പിൽ കുടുങ്ങിക്കിടന്ന വല സ്കൂബ ഉപയോഗിച്ച് സേനാംഗങ്ങൾ എടുത്തു നൽകുകയായിരുന്നു. 1 മണിക്കൂറോളം നടത്തിയ പരിശ്രമത്തിനൊടുവിലാണ് വല വീണ്ടെടുക്കാനായത്. ഇന്ന് ഉച്ചയ്ക്ക് 12:15 തോമസ് എന്ന തട്ടേക്കാട് സ്വദേശിയായ യുവാവ്, അദ്ദേഹത്തിന് കാലിന് കുറച്ച് സ്വാധീനക്കുറവുണ്ട്, ചെറിയ ഭിന്നശേഷിക്കാരനാണ്. അദ്ദേഹം തന്റെ ഉപജീവന മാർഗമായ വല നഷ്ടപ്പെട്ടെന്നൊരു ഒരു സന്ദേശമായിട്ട് കോതമംഗലം അഗ്നിരക്ഷാ നിലയത്തിലെത്തുകയും തുടർന്ന് നിലയത്തിലെ സ്കൂബ ടീം വാഹനവും ഡിങ്കിയും OB എഞ്ചിനുമായിട്ട് സംഭവ സ്ഥലത്തേക്ക് പുറപ്പെടുകയും ചെയ്തു. തുടർന്ന് ഏകദേശം കരയിൽ നിന്ന് 1 കിലോമീറ്ററോളം മാറി വെള്ളത്തിലെ അടിയിൽ ഒരു മരക്കൊമ്പില് കുടുങ്ങിക്കിടന്ന അവസ്ഥയിലുണ്ടായിരുന്ന വല സ്കൂബ ടീം സ്കൂബ ഉപയോഗിച്ച് ഇറങ്ങി 20 അടി താഴ്ചയിൽ രക്ഷാപ്രവർത്തനം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഏകദേശം 1 മണിക്കൂറോളം പണിപ്പെട്ട് ദുഷ്കരമായ ഒരു സാഹചര്യത്തിൽ പോലും സേനാംഗങ്ങളായ SFRO ശ്രീ സിദ്ദീഖ്, FRO ശ്രീ സൽമാൻ എന്നിവർ സ്കൂബ ഉപയോഗിച്ച് വെള്ളത്തിലേക്ക് ഇറങ്ങുകയും അടിയിൽ ഏകദേശം 1 മണിക്കൂറോളം ബുദ്ധിമുട്ടി വലയിൽ കുടുങ്ങിയ മരക്കഷ്ണം നീക്കം ചെയ്ത് വല ഡിങ്കിയിലേക്ക് കയറ്റുകയും ചെയ്തു. തുടർന്ന് അവിടുന്ന് സേന കരയിലേക്ക് എത്തുകയും അദ്ദേഹത്തിന് വല കൈമാറുകയും ചെയ്തു. സ്റ്റേഷൻ ഓഫീസർ അജ്മൽ ഷാ, സേനാംഗങ്ങളായ സിദ്ദീഖ്, സൽമാൻ, അജ്നാസ് എന്നിവരാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. വെള്ളത്തിനടിയിൽ കുടുങ്ങിപ്പോയ വല വീണ്ടെടുത്ത ഫയർഫോഴ്സ് ടീമിന് തോമസ് നന്ദി അറിയിച്ചു. ഞാൻ ഇവിടെ പെരിയാറിൽ തട്ടേക്കാട് ഭാഗത്ത് വലയിട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ വലയിലൊരു മീൻ കയറിയിട്ട് വല നിലവിൽ വലിയ മരക്കൊമ്പിൽ വെള്ളത്തിനടിയിലുള്ള വലിയ വേരയിലേക്ക് പോയി ഉടക്കി. എനിക്ക് ഉടക്കി നിന്നു. ഇത് തിരിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. എടുക്കാൻ നോക്കിയിട്ടൊന്നും നടക്കണ്ടായില്ല. അത് എൻ്റെ കയ്യിലുള്ള പ്രധാനപ്പെട്ട ഒരു വലയാണ്. വളരെ വല കുറവാണ്. ഇതിനകത്ത് വലിയ മീനുകളൊക്കെ പിടിക്കുന്ന ഒരു വലയാണ്. അപ്പോൾ എടുക്കാൻ ബുദ്ധിമുട്ട് വന്നു. നിലവിൽ ഒരു നിവൃത്തിയിലായിരുന്നു. അപ്പോൾ പിന്നെ ഞാനത് എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഫയർഫോഴ്സിൻ്റെ കാര്യം ഓർത്തത്. അപ്പോൾ അവരൊന്ന് സമീപിച്ച് നോക്കാമെന്ന് ഓർത്തുകൊണ്ട് ഞാൻ സമീപിച്ചാണ്. കേട്ട ഉടൻ തന്നെ അവർ വന്ന് എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞു. അവർ വന്നു. എനിക്ക് ആഴങ്ങൾ നല്ല ആഴ്ചയിലാണ് വല ഉടക്കിയിരുന്നത്. അത് ഇറങ്ങി നല്ല പണിപെട്ട് അത് എനിക്ക് എടുത്തു തന്നു. ഞാൻ അവരോടുള്ള എൻ്റെ പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. മീഡിയ 60 ന്യൂസ്, കോതമംഗലം.